നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ പ്രാധാന്യം അർഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാം വിവാഹങ്ങളെക്കുറിച്ചാണിത്. നമ്മുടെ സംസ്ഥാനത്ത് വിവാഹമോചനത്തിന് ശേഷമോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന് ശേഷമോ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. പണ്ടത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രണ്ടാം വിവാഹങ്ങൾക്ക് ആളുകൾ പ്രാധാന്യം കൽപ്പിക്കുകയും അപ്രകാരമുള്ള ബന്ധങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് ഒരു നല്ല ലക്ഷണമാണ്. അതായത് സമൂഹം വളരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം. ഈ സാഹചര്യത്തിൽ ഈ രണ്ടാം വിവാഹങ്ങൾ ഒരു പുതിയ പ്രതീക്ഷയും സ്നേഹവും നൽകുമ്പോൾ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത് വിവാഹം ചെയ്യുന്ന മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിൽ അവരുടെ മുതിർന്ന മക്കളുടെ അനാവശ്യമായ ഇടപെടലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒട്ടനവധി ദമ്പതികൾ ഇതിൻ്റെ പേരിൽ ഒത്തിരി വിഷമിക്കുകയും സങ്കടത്തിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് സ്ത്രീയുടെ മാനസികാരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇന്നൊരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കുന്നതും അതിൻ്റെ വെല്ലുവിളികളെ മറികടക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും, എന്ത് തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മളെ ഇതിന് സഹായിക്കുക എന്ന് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ആദ്യ വിവാഹത്തിന് ശേഷം ഒരു രണ്ടാം വിവാഹത്തിന് തുടങ്ങാനായിട്ട് ശ്രമിക്കുന്ന ദമ്പതികളെ നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്നാൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മുതിർന്ന മക്കൾ അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇടപെടാൻ തുടങ്ങുന്നു. ഒരുപക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കാൻ പോകുന്നത് ഭാര്യയായിട്ട് കടന്നു വരുന്ന ആ സ്ത്രീയുടെ ജീവിതത്തിലായിരിക്കും. അവരെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങുന്നു. അങ്ങനെ വീട്ടിലെ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താനായിട്ട് മുതിർന്ന മക്കൾ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകളുണ്ടാകുന്നു. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഭർത്താവിൻ്റെ മുതിർന്ന മക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി കടന്നു വരുന്ന സ്ത്രീയെ അംഗീകരിക്കാൻ ശ്രമിക്കാത്തത് മൂലം, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂലം ഈ സ്ത്രീയെ അവഗണിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. ഭർത്താവ് ഇവിടെ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പഴയ ശീലം കൊണ്ടോ പലപ്പോഴും മക്കളുടെ ഭാഗം ചേരുന്നു. ഇത് ഭാര്യയ്ക്ക് ഒറ്റപ്പെടലും സമ്മർദ്ദവും ഒരുതരം ഏകാന്തതയും അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. ഇതവരുടെ മാനസികാരോഗ്യത്തെയും മോശമായിട്ട് ബാധിക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ട് മാറുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ അനേകം കുടുംബങ്ങളിൽ സമാനമായിട്ടുള്ള അവസ്ഥകളുണ്ട് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. മുതിർന്ന മക്കൾ ചിലപ്പോൾ സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള അവർക്ക് ലഭിക്കേണ്ട അവകാശത്തിൻ്റെ പേരിലോ ഒക്കെയുള്ള ആശങ്കകൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിരുവിട്ട് ഇടപെടുകയും പുതിയ ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അവരറിയാതെ ആയിരിക്കാം ഇപ്രകാരം സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം കൂടുതലായിട്ട് വളർന്നു വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തെ ഒത്തിരിയേറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകവും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും ഈ രണ്ടാം വിവാഹമൊന്നും അത്ര വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു പ്രശ്നവും നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് മുതിർന്ന മക്കൾ അവർക്ക് പ്രായമാകുമ്പോൾ മാതാപിതാക്കളോട് ഒരു കടപ്പാടുണ്ട് എന്ന് തോന്നാറുണ്ട്. ഇത് വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്തമാണ്. കാരണം മാതാപിതാക്കൾ അവരുടെ സ്വന്തമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നു, മക്കൾ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നു, ആവശ്യമുള്ള സമയത്ത് അവർ ഇൻറ്ററാക്ഷൻ നടത്തുന്നു. എന്നാൽ നമ്മുടെ സംസ്കാരത്തിൽ മക്കൾക്ക് അവർക്കൊരു ഉത്തരവാദിത്വം മാതാപിതാക്കളോട് തോന്നുന്നു, അവരെ നോക്കേണ്ടതുണ്ട് എന്നവർ ചിന്തിക്കുന്നു. കാര്യങ്ങൾ മാറി വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്രകാരം മാതാപിതാക്കളെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മുതിർന്ന തലമുറ അപ്രകാരം പുതിയ തലമുറയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ കാര്യങ്ങൾ മാറി വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വശം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഈ പ്രായപൂർത്തിയായ മക്കൾ അവരുടെ പേരൻസിൻ്റെ പുതിയ കുടുംബജീവിതത്തിലേക്കൊക്കെ ഇടപെടാനായിട്ട് ശ്രമിച്ചേക്കാം. അതുപോലെ തന്നെ
അവരുടെ ജീവിതത്തിൽ അഭിപ്രായങ്ങൾ പറയാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അവരെ നിയന്ത്രിക്കാനുമൊക്കെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ദമ്പതികളായിട്ട് മാറുന്ന അല്ലെങ്കിൽ രണ്ടാം വിവാഹം ചെയ്യുന്ന ആളുകൾ എപ്രകാരം പ്രവർത്തിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വിഷയം ഞാനിന്ന് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റിൻ്റെ ഒരു റെസ്പോൺസ് കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തങ്ങളുടെ തുണയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ട്ണറാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അത് കഴിഞ്ഞേ ബാക്കിയുള്ളതെല്ലാം. അപ്പം അതുകൊണ്ട് പാർട്ട്ണർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെ പറ്റാത്തവർ ഒരിക്കലും വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു പാർട്ട്ണറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പാർട്ട്ണർ അവരുടെ ജീവിതം മുഴുവൻ ഈ ഒരാളുമായിട്ട് ചിലവഴിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തു വരുമ്പോൾ മറ്റൊരു ഓപ്ഷൻ കൊടുക്കാതെ ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ചു വളരാനായിട്ടും ഈ പങ്കാളിയോടൊപ്പം പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. അത് രണ്ടാം വിവാഹമായാലും മൂന്നാം വിവാഹമായാലും ഈ ഒരു മൈൻഡ് സെറ്റോടു കൂടി മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. പക്ഷേ ഇവിടെ രണ്ടാം വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ മൂന്നാമതോ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അവർക്കുള്ള കുട്ടികളാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ നിർദ്ദേശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെയും ഒക്കെ പരിഗണിച്ച് അവരെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്തി വിവാഹ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ പ്രായപൂർത്തിയായ മക്കളുള്ള പാർട്ട്നേഴ്സാണ് എങ്കിൽ അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ട്നേഴ്സായിട്ട് വരുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ഒന്നാമതായിട്ട് ദമ്പതികൾ പരസ്പരം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. മുതിർന്ന മക്കളുടെ ഇടപെടലെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്? അവർക്ക് ഇടയിൽ ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മക്കളുമായിട്ട് സംസാരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, ഞങ്ങൾക്ക് നിങ്ങളോട് തീർച്ചയായും സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ദമ്പതികൾ എന്ന നിലയിലുള്ള ഞങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വരാം, ഞങ്ങളുടെ ഭവനത്തിൽ വരാം, പക്ഷേ ഞങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് ഓർക്കേണ്ട കാര്യം, തുടർച്ചയായിട്ട് മക്കളുടെ പക്ഷം ചേർന്നാൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പരാജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഭർത്താവ് ഓർക്കണം. അതുപോലെ തന്നെ ഭാര്യയും ഓർക്കണം. തങ്ങളുടെ മക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഭർത്താവിനെ അവഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബന്ധം പരാജയത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭർത്താവും ഭാര്യയും ആദ്യം വരുന്നു, അതിനുശേഷം ബാക്കിയുള്ള പ്രയോറിറ്റികൾ അവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആരോഗ്യകരമായ ബൗണ്ടറികൾ നിശ്ചയിക്കുന്നതിലൂടെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാനും തങ്ങളുടെ സ്നേഹത്തെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനായിട്ടും അവർക്ക് കഴിയും. മറ്റുള്ളവർക്ക് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മക്കൾക്കുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ പരിപോഷിപ്പിക്കും. ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുന്ന രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് ആ മക്കൾക്കുള്ള അവരുടെ പേരൻസുമായിട്ടുള്ള ബന്ധത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അവരെ ഭിന്നിപ്പിക്കാനും അവരെ തകർക്കാനും ശ്രമിക്കുന്നത് പരാജയമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. സ്വത്ത്, അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ച് വ്യക്തത വരുത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും രണ്ടാമതായിട്ടൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വങ്ങൾ മറക്കാതെ അതെല്ലാം ഒരു ധാരണയിലെത്തി പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് തങ്ങളുടെ സ്നേഹത്തെ പരിപോഷിപ്പിക്കാനും ഒരു ഇണയായി തുണയായി കൂടെ നിൽക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും മുൻപോട്ട് പോകാൻ പറ്റുന്ന ഒരു കമ്പാനിയൻഷിപ്പ് രൂപപ്പെടുത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ളതാവണം രണ്ടാമത്തെ മാരേജ് എന്ന് എല്ലാ പഠനങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമല്ലാതെ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തോടെ നമ്മൾ ഈ കുടുംബജീവിതത്തിലേക്ക് വരുന്നത് താൽക്കാലികമായ ചില സന്തോഷങ്ങൾ നൽകുമെങ്കിലും അതെല്ലാം പിന്നീട് ഒട്ടനവധി സങ്കടത്തിലേക്കും ദുഃഖത്തിലേക്കും എത്തിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്രകാരം ആരെങ്കിലും ഒരു വിവാഹ ബന്ധത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്തുണ തേടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വലിയ മാനസികമായ സമ്മർദ്ദവും സങ്കടവുമൊക്കെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക നിലയെ അത്
കൃത്യമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാരേജ് കൗൺസിലറുടെയോ അതുപോലെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെയോ ഒക്കെ സഹായം തേടാനും സംസാരിക്കാനും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പരസ്പരം താങ്ങായി നിൽക്കാനും സഹകരിക്കാനും വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ ബന്ധത്തിന് മുൻഗണന നൽകി മുൻപോട്ട് പോകാനും പരിശ്രമിക്കുമ്പോഴാണ് രണ്ടാമതുള്ള വിവാഹങ്ങളും വിജയിക്കാനായിട്ട് സാധ്യത. അപ്രകാരമല്ലാത്ത വിവാഹങ്ങളൊക്കെ പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സമയം കണ്ടെത്തി അതുപോലെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഒന്നിച്ചിരുന്ന് ചിന്തിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ ഇടപെടൽ നിയന്ത്രിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് കണ്ടെത്താനും അങ്ങനെ തീരുമാനങ്ങളെടുത്ത് തങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന മുതിർന്ന മക്കളോടുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ ഇതാണ്: നിങ്ങളുടെ പേരൻസ് ഒരു പാർട്ട്ണറെ കണ്ടെത്തി അവരുടെ ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് നിങ്ങളുടെയും മനസ്സമാധാനത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കും. നിങ്ങളുടെ അപ്പനോ അമ്മയോ ഒറ്റയ്ക്കായിരിക്കില്ല, അവർക്കൊരു പാർട്ട്ണറുണ്ട്, അവർ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ഷെയർ ചെയ്തും കെയർ ചെയ്തും മുൻപോട്ട് പോകാനായിട്ട് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയുന്നത് മക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പേരൻസിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. അത് നിങ്ങൾക്കും കൂടുതൽ ആശ്വാസം നൽകും. കാരണം നിങ്ങളുടെ അപ്പനോ അമ്മയോ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, ഒരാൾ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബപരമായ വിഷയങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാനും നിങ്ങളെ സഹായിക്കും. അത്യാഗ്രഹമോ അരക്ഷിതാവസ്ഥയോ അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടോ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ സന്തോഷമോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിനുണ്ടാവേണ്ട ഒരു നല്ല അനുഭവമോ ആയിരിക്കാം. അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കാതെ സംസാരിക്കുക, ഇടപെടൽ നടത്തുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു നല്ല മലയാളം സിനിമയാണ്. അനുരാഗം എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ സിനിമയിൽ ജോണി ആൻ്റണിയും ദേവയാനിയും തമ്മിലുള്ള ഒരു പ്രണയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ അവർ ഒത്തിരി പ്രായമായി കഴിയുമ്പോഴാണ് അവർക്ക് ഒരുമിക്കാനുള്ള അവസരം വരുന്നത്. ആ അവസരം വരുമ്പോൾ അവരുടെ പ്രായപൂർത്തിയായ മകനായിട്ട് അഭിനയിക്കുന്ന അശ്വിൻ കാണിക്കുന്ന ഒരു സന്തോഷവും ആ പേരൻസിനെ അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിട്ട് അവൻ നടത്തുന്ന ഒരു പ്രയത്നവുമൊക്കെ നല്ല മെസ്സേജാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. പ്രായത്തിൻ്റെ പ്രയാണത്തിൽ ഒരു തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അത് തടയുന്നത് മനുഷ്യത്വരഹിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നടത്തി കുടുംബജീവിതത്തെ സന്തോഷമാക്കാനായിട്ടുള്ള ശ്രമമായിരിക്കണം മക്കളെന്നുള്ള നില നടത്തേണ്ടത്. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പോട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ഒരു പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വൈകുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ 60കളിലും 70കളിലും ഒക്കെ അവരുടെ പാർട്ട്നേഴ്സിനെ അവർ കണ്ടെത്തി ഒരു കമ്പാനിയൻഷിപ്പ് അവർ രൂപീകരിക്കാറുണ്ട്. അതൊരിക്കലും ഒരു നാണക്കേടിൻ്റെ വിഷയമല്ല, അത് സ്നേഹത്തിൻ്റെ വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഓർക്കാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.